ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 24ാമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരിദാർ കട്ട് നൈറ്റി കട്ട് ചെയ്യാൻ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ നെക്ക് ആദ്യം തയ്ച്ചെടുക്കാവേ. അപ്പോൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അതിൻ്റെ നെക്ക് നമ്മൾ തയ്ച്ചെടുത്തു. ഫ്രണ്ടിലെ നെക്കാണ് ഇത്. ഇതാണ് ഫ്രണ്ട് നെക്കാണ്. ഈ ഫ്രണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടം തൊട്ട് നമുക്ക് ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇനി ഇതിൽ നെക്ക് വെച്ച് തയ്ക്കാവേ. തയ്ച്ച് ഈ സൈഡ് ഇവിടെ തുണിയുടെ നല്ല വശം എടുത്ത് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന പീസ് ഇതിൻ്റെ അഴുക്ക് വശം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കുവേ. ഇനി ഈ നെക്കിനെ ഈ സൈഡിലും അതുപോലെ തയ്ച്ചെടുക്കാവേ. ചുരിദാർ കട്ട് നൈറ്റി കട്ട് ചെയ്തതിലോ സ്റ്റിച്ച് ചെയ്തതിലോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ വലുതായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല, കാര്യം സുഖമില്ലായിരുന്നു, തലവേദനയും മറ്റുമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് അതിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരിക്കൽ കൂടി അത് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുകൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ സൈഡിലും അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ തുണി അകത്തോട്ട് മടങ്ങി വരുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ പീസില്ലേ ഇതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കണം. ആ സൈഡ് തയ്ച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഈ സൈഡും കൂടെ തയ്ച്ചെടുക്കാവേ. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വഴി ഒരു 3 സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്റ്റിച്ച് ഇടുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ. അപ്പം അകത്ത് തുണി മുകളിലേക്ക് കയറി വരികയുമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ. ഇങ്ങനെ അടിച്ചു. ഇനി ഒരടിയും കൂടെ അടിക്കും. ഇതുപോലെ ഇതേ വീതി അകലത്തിലെ ഇത് കണ്ടോ. അപ്പം ഇതുപോലെ നല്ല ഭംഗിക്ക് ഇരിക്കും നമ്മൾ 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പം. അതുപോലെ നമുക്ക് ഈ സൈഡിലൂടെ അങ്ങനെ അതേ രീതിയിൽ അടിച്ചെടുക്കാവേ. ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം.
ഇതാ 3 സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ അപ്പോഴൊന്നും ഇല്ലല്ലോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒന്നും വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു 4 എണ്ണം വെറുതെ 4 എണ്ണം നമുക്കൊന്ന് വെച്ച് കൊടുക്കാവേ. ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ചുരിദാർ കെട്ട് നൈറ്റി അല്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഇത് ആദ്യമേ അങ്ങ് ഈ സ്റ്റിച്ച് ഇട്ടപ്പം വെച്ച് പോകേണ്ടതായിരുന്നു, ഞാൻ അതിനെപ്പറ്റി ഓർത്തില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ സ്റ്റിച്ച് ഇടുമ്പോൾ തന്നെ നമ്മളൊന്ന് അടിച്ചു പോയാൽ മതിയേ. ഈ സൈഡിലും കൂടെ നമുക്കതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലെൻ്റെ കയ്യിലിപ്പം ഈ കളറാണ് ഇരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. ഇതിനകത്ത് വെള്ള കളർ വയ്ക്കുകയാണെങ്കിൽ നല്ല എടുപ്പായിരിക്കും, നല്ല ഭംഗി കിട്ടും. ഇതാ അപ്പം നമ്മൾ നെക്ക് അടിച്ചെടുത്തു. ഇനി നമുക്കിതിന് തയ്ച്ചെടുക്കേണ്ടത് ഇത് ഹുക്ക് വയ്ക്കാനുള്ള പടിയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ചുരിദാർ കട്ട് നൈറ്റി വെട്ടിയതിൽ വേസ്റ്റ് പീസ് കിടപ്പുണ്ടായിരുന്നു, ആ വേസ്റ്റ് പീസ് നമ്മളെടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇതാ അളവെടുത്ത് നോക്കണം. ഇതാ ഇവിടെ നിന്ന് ഇതാ ഇവിടെ വരെ മതി. ഇതാ ഇങ്ങനെ നമുക്ക് മടക്കാനുള്ള ഭാഗം വിട്ടിട്ട് ഇതാ ഇവിടെ വരെ എടുക്കണം. എത്രയാണോ അളവോ അവിടെ വരെ എടുക്കണം. ഞാൻ ഈ സിബ് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഹുക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സിബ് വെച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുവേണ്ടി നമ്മളിതാ ഒരു ചെറിയ പീസ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഈ നൈറ്റി നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ ഈ നൈറ്റി കിടക്കുന്നേ, ഇതിനെ നമ്മൾ ഒന്ന് തിരിച്ച് എടുക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാ ഇങ്ങനെ ഒന്ന് തിരിച്ച് വെക്കും, അഴുക്ക് വശമാക്കി വെച്ച്. എന്നിട്ട് ഈ തുണിയുടെ മുകൾ ഭാഗം ദാ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ദാ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ദാ ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ദാ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മാറ്റി ദേ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഒരു ശകലം മിച്ചം വന്ന ഈ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ പീസിനെ നമ്മൾ തിരിച്ച് ഇടും. ഹുക്കിൻ്റെ പടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തിരിച്ചിട്ട് ദാ ഇതുപോലൊരു മടക്കിയിട്ട് നമ്മൾ ദാ ഒന്നും കൂടി മടക്കി കൊടുക്കും. ദാ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മളിപ്പോൾ 2 ഹുക്ക് വയ്ക്കുന്നുള്ള ഇതാ ഇങ്ങനെ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പടി അടിച്ചു കൊടുക്കും. ഇതാ ഇങ്ങനെ അവിടെ ഒരെണ്ണം അടിച്ചു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരെണ്ണം കൂടെ. 3 എണ്ണം വേണമെങ്കിൽ 3 എണ്ണം വയ്ക്കാം. ഇതിലിപ്പോൾ ഞാൻ 2 ഹുക്ക് വയ്ക്കുന്നുള്ളൂ, അതുകൊണ്ട് 2 പടിയേ ഞാൻ അടിച്ചിട്ടുള്ളേ. ഇതാ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഈ സൈഡ് വഴി ഒരു ഭംഗിക്ക് വേണ്ടി ഒരടിയും കൂടെ അടിച്ചു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ വേസ്റ്റ് കിടക്കുന്ന ഈ ഭാഗം നമ്മളങ്ങ് വെട്ടിക്കളയും. ഇത് കണ്ടോ? അപ്പം ഇതുപോലെ നമ്മൾ തയ്ച്ച ഭാഗം ഇതുപോലെ വരും. ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ മുകളിലാണ് അടുത്ത് നമുക്ക് പടി വെച്ച് കൊടുക്കേണ്ടത്.
അതിന് നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കും. ഇതേപോലെ മുകൾ ഭാഗം കുറച്ച് മടക്കാനായിട്ട് താഴെ ഭാഗവും കുറച്ചും കൂടെ വരണം. ഈ പടിയേക്കാളും വലുതായിരിക്കണം ഈ പടി എടുക്കുന്നത്. ഈ പീസ് നമുക്ക് അതിനെടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗം ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഈ പടിയെ നമ്മൾ രണ്ടായിട്ട് മടക്കും. ഇത് കണ്ടോ, ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കും. ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യും താഴോട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ സൈഡ് അടിച്ചിരിക്കുന്നതിൻ്റെ ശകലം ഇങ്ങോട്ട് നീക്കി താഴോട്ട് ഇറക്കി നിർത്തും. സൂചി കുത്തി നിർത്തും. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിനെ ഈ പീസ് ഇങ്ങനെ നൂർത്ത് വെച്ച് കൊടുക്കും. ഇങ്ങനെ എന്നിട്ട് പതിച്ചടിക്കും. പതിച്ചടിച്ച് വന്നേ. നമ്മൾ പതിച്ചടിച്ചിട്ട് ഇനി താഴെ എത്താറാവുന്ന സമയത്ത് ഈ പീസും കൂടെ നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കും. ഇനി താഴെ ഇവിടെ എത്തുമ്പം പതിച്ച് ഇവിടെ എത്തുമ്പം ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആദ്യം ഇവിടെ കറക്റ്റ് ആദ്യം ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ കറക്റ്റിനാക്കി വെച്ച് കൊടുക്കും. ഇനി താഴെ നമ്മളെത്തുമ്പോൾ മുകൾ ഭാഗം കറക്റ്റ് സെയിം ആക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കും. കണ്ടോ, ഇപ്പം മുകൾ ഭാഗം കറക്റ്റ് അല്ലേ? ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ താഴെ ഭാഗം പതിച്ചടിക്കാവൂ. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇവിടെ വരുമ്പം ചെറിയൊരു ബോക്സ് പോലെ ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഹുക്ക് വയ്ക്കുന്നിടം ശരി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്ക് തയ്ച്ചു. നെക്കിൽ നമ്മളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് 2-3 പൂക്കൾ വെച്ചു. പൂക്കൾ വെച്ചു. ഇവിടെ ഹുക്കിൻ്റെ ബാറ് ഇവിടെ തയ്ച്ചെടുത്തു. ഇവിടെ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചെടുത്തു. എന്നിട്ട് ഇവിടെ പടിയടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം തീർന്നു. ഇനി ഇതിൻ്റെ ബാക്ക് നമുക്ക് തയ്ക്കാവേ. ഇതിൻ്റെ ബാക്ക് നെക്കാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് തയ്ക്കുന്നത് നമ്മൾ ഇതുപോലെ ക്രോസ് പീസിലാണ് ബാക്ക് നെക്ക് തയ്ക്കുന്നത്. ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടി ക്രോസ് പീസ് വേണം. അപ്പം ക്രോസ് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അറിഞ്ഞു തന്നിരുന്നത് ഇതുപോലെ കോണായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടണം. ഇതുപോലെ. അപ്പം ബാക്കിൽ നമ്മൾ ക്രോസ് ആണ് വെക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് അടിച്ചെടുത്തു. ഈ ബാക്കിൽ ഇതുപോലെ ക്രോസ് വയ്ക്കും. അപ്പോൾ ക്രോസ് പീസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. ഇങ്ങനെ വരുന്ന പീസിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. ക്രോസ് പീസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം.
ഇങ്ങനെ നമ്മൾ ക്രോസ് പീസ് വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് വെച്ചെന്താ ഇതുപോലെ തുണി പീസ് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ക്രോസ് പീസ് കഴിഞ്ഞ ദിവസം കഴുത്തടിക്കാൻ പഠിപ്പിച്ചില്ലേ, ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കണം. മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനകത്ത് കിടക്കുന്നതേ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗമില്ലേ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റണം. എന്നാലേ കഴുത്ത് മടങ്ങി നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ. കട്ട് ചെയ്ത് ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. ഫ്രണ്ട് പീസ് എടുത്തിട്ടു. ഫ്രണ്ട് പീസിൽ ഈ പീസിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കണം. ഷോൾഡർ ഇങ്ങനെ വെക്കണേ. അപ്പോൾ ഇത് കവറായിട്ട് ഇങ്ങനെ വരും. കണ്ടോ? ഇനി നമുക്ക് ഷോൾഡർ തയ്ച്ചെടുക്കാം. ഇനി ഈ സൈഡും അതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഷോൾഡർ അടിച്ചെടുത്തു. ഇനി ഇതിനൊന്ന് തിരിച്ച് കഴുത്തൊന്ന് തയ്ച്ചെടുക്കാം. ബാക്ക് നെക്ക് ഇങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ കവറിങ് ആയി. കണ്ടോ? കവറിങ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ ക്രോസ് പീസിൻ്റെ സൈഡ് വഴി തയ്ച്ചെടുക്കും. കഴുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നെക്ക് 2 ബാക്ക് നെക്കും തയ്ച്ചു, ഫ്രണ്ട് നെക്ക് തയ്ച്ചു. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. നമ്മൾ ക്രോസ് പീസ് തയ്ച്ച് ബാക്ക് നെക്ക് കണ്ടോ? ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇവിടെ നിന്നിങ്ങനെ കഴിഞ്ഞ ദിവസം നൈറ്റിയും കുർത്തിക്കും ഒക്കെ ഞാൻ സ്ലീവ് വെച്ച് കാണിച്ചതാണല്ലോ. ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ സെൻറ്റർ നോക്കി ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിൽ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളേ. നമുക്ക് ഈ സൈഡും കൂടെ സ്ലീവ് തയ്ച്ച് കൊടുക്കാം. രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ നൈറ്റി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ നൈറ്റി തയ്ച്ച് കഴിഞ്ഞു. ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് ഷേപ്പ് ചെയ്യാം. സ്ലീവിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് ഷേപ്പ് ചെയ്യുവാണേ.
ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തതിലോ കട്ട് ചെയ്തതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നൈറ്റിയുടെ തന്നെ 4-5 ക്ലാസ്സുകൾ പഠിപ്പിക്കാം. കാര്യം വി കട്ടും പിന്നെ കഫ്താന് പിന്നെ ചുരിദാർ കട്ട് അതിൻ്റെ വേറെ മോഡലുകൾ അതെല്ലാം അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തരാം. ഇനി ആ സൈഡിലൂടെ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കണം. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ശകലം ഇവിടെ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നൈറ്റി കട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു, സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കാണിക്കാവേ. എനിക്ക് താഴെ ഭാഗം മടക്കി അടിച്ചിട്ട് ഇനി നമുക്കതിനെ തിരിച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി. ഇനി ഞാനിതൊന്ന് കാണിച്ചു തരാം, അല്ലാതെ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച ചുരിദാർ കട്ട് നൈറ്റിയെ. കണ്ടോ, ഇതിൽ ഞാൻ 2 ബട്ടൺസ് വെച്ചു, അകത്ത് 2 ഹുക്ക് വെച്ചു. പിന്നെ ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു പോയപ്പോഴേ പഠിച്ചതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.